പട്ടുമെത്തയിൽ കിടക്കാൻ മോഹിച്ച നമ്മള് അവസാനം സിമന്റ് ബെഞ്ചിലായി. നീയല്ലേ പറഞ്ഞ നിനക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന്? എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എല്ലാം കല്ലുവെച്ച നുണയായിരുന്നു. എന്ത് നല്ല വൃത്തികെട്ട ആൾക്കാരാ ഇവിടെ ഉള്ളത്. എടാ ദാസ, എനിക്ക് വിശന്നിട്ട് വയ്യടാ. നാട്ടിലായിരുന്നെങ്കിൽ ചെറിയമ്മ തരുന്ന വിഷമെങ്കിലും കഴിച്ചു വിശപ്പടക്കായിരുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്വപ്നം കണ്ടടാ. നീ കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നത്തിന്റെ ബാക്കി ഇന്നലെ രാത്രി ഞാൻ കണ്ടതാ. അത്രയ്ക്ക് നല്ല സ്വപ്നമായിരുന്നു. എന്തായിരുന്നു ആ സ്വപ്നം? തടിച്ചു കൊഴുത്ത ഒരു രാക്ഷസൻ വന്ന് നിന്റെ വയറ് കുത്തി കേറി. ദാസ, ആ രാക്ഷസൻ ഇനിയും വരും. ആ രാക്ഷസൻ ഇനിയും വരുമോ? വരും. ഒന്ന് തിരിഞ്ഞു പറഞ്ഞു കിടക്കാനും കൂടെ സ്ഥലമില്ല. അതുതന്നെ കേസ്. ഒച്ച വെക്കണ്ട, കൊണ്ടോടെ പിടിക്കാം. നോക്കി നോക്ക് സാറേ, ഇത് ആണുങ്ങളാ. എന്താണോ ഇത്, അമേരിക്കാന്ന് വിചാരിച്ചോ? ദാസ, ഇതാണോ നീ സ്വപ്നത്തിൽ കണ്ട ആ രാക്ഷസൻ? സാറിന്റെ ഇരട്ടപ്പേര് വിളിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല. എഴുന്നേക്കടാ. പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? ഒട്ടിപ്പിടിച്ച ഒരു ഷർട്ട് ഇട്ട് മനുഷ്യനെ പറ്റിക്കാൻ നടക്കുന്നടാ. ഇനി മേലിൽ രണ്ടുപേരും ഒരുമിച്ച് നടന്നാൽ നീ അങ്ങോട്ട് പോടാ. നീ ഇങ്ങോട്ട് പോടാ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാനേ പറ്റൂ. പിന്നെ ഞാൻ തർക്കത്തിനും പറയുന്നതാ. ആ അടിച്ചതിന് ഷേപ്പ് മാറ്റിക്കളെ. ഞാൻ അങ്ങോട്ട് പോടാ. ഇങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റൂല. സാറേ, ഇവന്മാര് മനുഷ്യരല്ല, പേദങ്ങളാണെന്നാ തോന്നുന്നത്. എന്ത് പണി തട്ടിയതാ ചേട്ടാ? ഞാൻ തന്നെ എടുത്ത് വെച്ചോളാം. അല്ല വേണ്ട ചേട്ടാ, തൂക്കോ വെക്കോ. ലോക്കുണ്ട്. 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 ലോക്കില്ല. വെച്ചു. ഇതിന്റെ കാര്യം അങ്ങ് മറന്നേരെ. 10-60 സൈക്കിളുള്ളവനാ. ഈ ഒരു സൈക്കിളില്ലെങ്കിൽ കട പൂട്ടി. എന്റെ കാലം ഈ ചേച്ചിയുടെ കാലം അറിയാതെ ഒന്ന് മുട്ടിപ്പോയി. പ്രായമായവരുടെ കാലത്തെ വിട്ട് നമ്മൾ എന്താ ചെയ്യാ? തൊട്ടുമുത്തും. ഞാനതേ ചെയ്തുള്ളൂ. ഓടിക്കൊണ്ടിരിക്കല്ലേ, എന്റെ കൈയൊന്ന് സ്ലിപ്പായതാണ്. ഇവൻ കിട്ടും. അയ്യോ വായടക്കട. നീ ഇതെവിടെയായിരുന്നു? ഒന്നും പറയണ്ട മച്ചാനെ. കോടതി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് 6-7 ദിവസമായി. നമ്മൾ എല്ലാ ദിവസവും കറക്റ്റ് ആയിട്ട് ഹാജരാ. നമ്മുടെ വക്കീൽ മാഷ് ഇതേവരെ ഹാജരായിട്ടില്ല. ഇപ്പോ വക്കീലിന് മജിസ്ട്രേറ്റ് അറസ്റ്റ് വാറണ്ട് അയച്ചിരിക്കുക. വാറണ്ടിന്റെ കാര്യം ഇവിടെ നിക്കട്ടെ. നിന്നെന്താ ബസ്സിൽ തള്ളിയിട്ട്? ഒന്നും പറയണ്ട മച്ചാനെ. ഒരു പെണ്ണിന്റെ മാല അടിച്ചു മാറ്റാൻ നോക്കിയതാണ്, നടന്നില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ കഴുത്തെ കിടക്കുന്ന മാലയുടെ വണ്ണം കണ്ടിട്ടുണ്ട്. അരഞ്ഞാണച്ചാടിന്റെ അത്ര വണ്ണമുണ്ട്, വലിച്ചിട്ട് പൊട്ടാടില്ല. എന്നിട്ട് കിട്ടിയോ? എവിടെ മച്ചാനെ, കൂടുതൽ വലിച്ചു മുറുകി ചാകണ്ടല്ലാന്ന് കരുതി ഞാൻ വിട്ടു കളഞ്ഞു. കിട്ടിയില്ല. അതല്ലടാ, നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ചളുക്ക് ശരിക്ക് കിട്ടിയോന്നാ ചോദിച്ചേ. ഓ, ഒരു 10-15 എണ്ണം നല്ല കൂമ്പിലിട്ട് കിട്ടി. ഒന്ന് മസാജ് ചെയ്ത സുഖമല്ലേ? ഏതായാലും നീ കേറ്, പോയൊന്ന് സ്കാൻ ചെയ്യാ. ഒരു മിനിറ്റ്. വൈഫ്? അതിന് നീ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. ഇതിന്റെ ഉടമസ്ഥന്റെ വൈഫാണെന്ന്. പനമ്പിളി നഗരതാണ്. ചവിട്ടടാ. ചവിട്ടാ, പിടിച്ചോ. മുണ്ടൊന്ന് ഉണക്കി കുത്തിക്കോട്ടെ. ഒന്ന് തന്നെ.
അപ്പോ മച്ചാനെ ഇത് ജുറാസിക് പാർക്ക് കാണാൻ പോവാ സെക്കൻഡ് ഷോ. അതിന് നീ കണ്ണാടി നോക്ക്. എന്താ ഒരു കൂട്ടം? ചോദിക്കടാ. മാറി മാറി എന്താ ഒരു കൂട്ടം? മാറി മാറി. ആരെങ്കിലും ചത്തോ? രണ്ട് അത്ഭുത മനുഷ്യരാ വഴിതെറ്റി വന്നതാ. ഇവിടെ ഇത് ആദ്യമാ. ഇവരെ പോലെ അമേരിക്കയിൽ ഒരുപാട് പേരുണ്ട്. തള്ളാടാ തള്ള. മച്ചാനെ അത്ഭുതം അത്ഭുതം മച്ചാനെ. ഇന്നാള് പത്രത്തിൽ വായിച്ചില്ലേ, ഒരു പശു 2 തരമുള്ള പശുക്കളെ പ്രസവിച്ചെന്ന്. ഇത് അതിനേക്കാൾ അത്ഭുതമാ. ടിക്കറ്റ് വെച്ച ഇവരെ കാണാൻ ആൾ കൂടും. ദൈവദോഷം പറയാടാ. എന്റെ ശനിദശ മാറിയെന്നാണ് തോന്നുന്നത്. ഈ അത്ഭുതങ്ങളെ വിറ്റ് ഞാൻ കോടികൾ ഉണ്ടാക്കും. ഈ നാട് മുഴുവൻ ലാവിഷായിട്ട് അടിച്ചു പൊളിക്കും ഞാൻ. ആരടിക്കുന്ന അവനിട്ട് 2 ഞാൻ കൊടുക്കട്ടെ. വേണ്ട വേണ്ട, ഇതൊക്കെ ആരേറ്റി. മനുഷ്യരെ തീ തീറ്റി കളഞ്ഞോടാ പന്നികളെ. എന്റെ അനിയന്മാരാ ഒരാഴ്ചയായി വീട് വിട്ടിറങ്ങിയിട്ട്. ഞാൻ ഇനി അവന്മാരെ അന്വേഷിക്കാൻ ഇടമില്ല. അറിയാമോ ചേട്ടാ? ദാസ ഇവരാരാ? മച്ചാനെ ഇതുപോലെ 2 അനിയന്മാരുള്ള കാര്യം മച്ചാൻ ഇത്രയും നാൾ എന്നോട് പറഞ്ഞില്ലല്ലോ. നിനക്ക് ഇവന്മാരെ കണ്ടിട്ട് എന്റെ അനിയന്മാരാണെന്ന് മനസ്സിലായോ? ഇല്ല. കണ്ടിട്ടേ മനസ്സിലാകുന്നില്ല, പിന്നെ പറഞ്ഞ എങ്ങനെ മനസ്സിലാവും? മച്ചാനെ ജനിച്ചപ്പോ മച്ചാൻ ഇതുപോലെ ആയിരുന്ന? ഓടാ മരപ്പട്ടി. ഇവിടുന്ന് രക്ഷപ്പെടാൻ ഇവൻ നമ്മുടെ ചേട്ടനായിക്കോട്ടെ. ശരി പല്ലിയേട്ടല്ലേ വിളിക്കുന്നത്? കണ്ണി ചോരയില്ലാത്തവരാണ് നിങ്ങളൊക്കെ. അനിയന്മാരെ വാ. അമ്മച്ചി. അത് ശരി, നിങ്ങൾ ഡയാമിസ് ഇരട്ടകളാണല്ലേ? എത്ര കാലമായി ഈ ഗതികേടിലായിട്ട്? ഞങ്ങള് ജനിച്ചപ്പോ മുതൽ ഇങ്ങനെയാ. ഓ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതിരിക്കട്ടെ, ഈ പട്ടണത്തിൽ നിങ്ങൾ എങ്ങനെ ഒന്ന് പെട്ടു? ഞങ്ങൾക്ക് ഓപ്പറേഷൻ ചെയ്യണം, അതിനു വേണ്ടി വന്നതാ. പക്ഷേ അതിനുള്ള മാർഗം ഞാൻ ഉണ്ടാക്കി തരാം. സാർ ഓപ്പറേഷൻ ചെയ്യോ? ഞാൻ ചെയ്യാത്ത ഓപ്പറേഷൻസുകളില്ല. ഞാൻ പറയണ മാതിരി അനുസരിച്ചാൽ നിങ്ങൾക്ക് ഓപ്പറേഷൻ നടത്തി വിവാഹം കഴിച്ച് ചിൽഡ്രൻസ് ആയിട്ട് ജീവിക്കാം. എന്തേ? എന്താ ചേട്ടന്റെ പേര്? ഫ്രാങ്കോ. എന്താ ജോലി? എന്തിന് കള്ളം പറയണം? ഫ്രാഡ് പണി. ഫ്രാഡാണെങ്കിലും ഈ ഫ്രാങ്കോ ഫ്രാങ്കാ. മച്ചാനെ നമുക്ക് ആള് കൂടുന്നതിന് മുമ്പ് 2 എണ്ണത്തിന് ഒതുക്കാൻ. പേടിക്കണ്ട. കേറ്റിക്കോ. കേറിക്കോ. അല്ലെങ്കിൽ മാറി ഞാൻ കയറാം. ഇതിൽ 4 പേരെ കെട്ടാൻ പറ്റില്ല. ഞങ്ങൾ 3 പേരാണോ? ഒന്ന് ഡയാമീസാ. ഞങ്ങൾക്ക് ഇത് കയറാൻ പറ്റൂല. നിങ്ങൾ ഇതിൽ കേറിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ കേറ്റും. ഞങ്ങൾക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞില്ലേ? കൂട്ടിക്കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ ആളെ പറ്റിക്കാൻ. പുതിയ നമ്പർ ആയിരിക്കും. ഇപ്പൊ എന്താ ചെയ്യാ? അച്ഛാനെ ഒരു ഐഡിയ, ആംബുലൻസ് വിളിച്ചാലോ? നിന്നെ ആരെങ്കിലും തല്ലി കൊല്ലട്ടെ, അപ്പൊ ഞാൻ വിളിച്ചോളാം. ഒറ്റ വഴിയേ ഉള്ളൂ. ആഞ്ഞ് ചവിട്ടടേ. 2നും കൂടെ 675 കിലോ വരും. നേരെ നേരെ നോക്കണേ. ചവിട്ടടേ. എന്താ ചേട്ടാ? ഒരു വാഷിംഗ് മെഷീനാ? അലക്കി യന്ത്രമാണ്. അപ്പൊ കാലോ? ഇത് ലേറ്റസ്റ്റ് ആ ചേട്ടാ. ആണ്. ഇന്നിറങ്ങിയുള്ളു. എടാ കുരുത്തം കേട്ടവനെ, നിന്റെ അടുത്ത് ടെന്റ് അടിക്കാൻ പറഞ്ഞല്ലേ, എന്നിട്ട് എന്താണ് അടിക്കാത്തെ? മച്ചാൻ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട. നേരം വെളുക്കുന്നതിന് മുമ്പ് ടെന്റ് റെഡി. അവന്മാരെവിടെ? ഓ പാക്കേജ് ടൂറും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. ക്ഷീണം കാരണം നല്ല ഉറക്കമാ. മുടിഞ്ഞ കൂർക്കം വലി കാരണം അവിടെ എങ്ങ് നിൽക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വിശക്കുന്നേ. എന്റെ അമ്മോ, പള്ളി ഉറക്കം കഴിഞ്ഞാ? വിശക്കുന്നു. നേരം വെളുത്തപ്പോ ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല. എന്റെ പൊന്നനിയന്മാരെ, ഞാനൊന്നും കഴിച്ചില്ല. ഉള്ള കാശിന് വടിയും മുളയും തുണിയും എല്ലാം മേടിച്ച് നാളത്തെ ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞോട്ടെ, കാശ് വരും. മലബാർ ഹില്ലിൽ നിന്ന് ഇഷ്ടംപോലെ ബിരിയാണി വാങ്ങിച്ച് തള്ളിത്തരാം. അതുവരെ ദയവേത് വിശപ്പിന്റെ കാര്യം ഒന്നും മിണ്ടരുത്. അങ്ങനെ വലിയ വലിയ സർക്കസ് കമ്പനിക്കാർ കൈതുറച്ച് കാശുമായിട്ട് വരും. പോവരുത്. ഇല്ല, പോവില്ല. വെളിക്കിറങ്ങരുത്. പുറത്തോട്ടൊന്നും ഇറങ്ങരുതെന്ന്. ആളുകൾ നിങ്ങളെ കണ്ട ഡിസ്റ്റർബ് ചെയ്യും. അപ്പൊ ഈ ഭക്ഷണം ഞങ്ങൾ എവിടെ ഇരുന്നാ കഴിക്കണ്ടേ? ഇതെവിടെ നിർത്തൂ? ഇതാ ഡ്രങ്കിന്റെ അടി ഇരുന്നതാ. നീ എന്റെ ഭക്ഷണം എവിടെ കൊണ്ടുവച്ചടാ? അത് ഈ പണ്ടാളുകൾ കണ്ടുപിടിക്കുന്നു. ഞാൻ അറിഞ്ഞ കണ്ടുപിടിക്കാൻ കൊളംബസോ? എനിക്ക് ചിക്കൻ വേണം. എനിക്ക് ചിക്കൻ ഫ്രൈ വേണം. എനിക്ക് ചിക്കൻ വേണമെന്ന് പറ. എന്തിനാണോ തർക്കിക്കുന്നത്? 2 വായി കൂടെ കേറ്റിയാൽ ഒരു പള്ളയിലോട്ടല്ലേ ചെല്ലുന്നത്. പോ പോ, കൊണ്ടുപോയി വിഴുങ്ങ്. പോ പോ. ഇരട്ട പരട്ടകൾ എന്നെ പട്ടിണിക്കിട്ട് കളഞ്ഞല്ലോ. മച്ചാനെ വിശന്നിട്ട് വാരി വലിച്ച് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു. ആ വാരി മുളയും തുണിയും മൈക്കും ടർപ്പാളിനും വാരി വലിച്ച് കേട്ടടാ കുന്തം.